മാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ ദേവയാനിയും നയനയും ജലജയൊക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ആ സമയത്താണ് നമ്മളെ ദേവയാനിയാണെങ്കിൽ പറയുന്നുണ്ട്, ജലജയടുത്ത് പറയുന്നുണ്ട് കേട്ടോ, നീയാണെങ്കിൽ പിന്നെ എൻ്റെ ആദർശം പോലെ തകർച്ചയും അതുപോലെ തന്നെ എൻ്റെ നയനമോളെ സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുന്നതൊക്കെ കണ്ടിട്ട് നീയും നിൻ്റെ മോനും ആണെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷിച്ചൊക്കെ ഇവിടെ നടന്നു കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ നീ പുറത്തായില്ലെങ്കിൽ നിൻ്റെ മോനാണെങ്കിൽ ഇവിടുന്ന് പുറത്താവാൻ ചാൻസ് ഉണ്ട്. കാര്യം വെച്ചാൽ അതിനുള്ള എല്ലാ വഴികളും അവൻ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണല്ലോ നമ്മൾ അബിയും നവ്യയും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നവ്യ വന്നിട്ട് നയനടുത്ത് ഏട്ടൻ വിളിച്ചോടി എന്ന് ചോദിക്കുന്ന സമയത്താണെങ്കിൽ നമ്മളെ നയനാണെങ്കിൽ വിഷമത്തോടെ പറയുന്നുണ്ട്, ഇല്ല വിളിച്ചിട്ടില്ല എന്ന് പറയും. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, വിളിച്ചെങ്കിൽ ഇങ്ങനെ സങ്കടത്തോടെ ഇരിക്കത്തില്ലായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ നവ്യ പറയുന്നുണ്ട്, എൻ്റെ മനസ്സിലൊരു സംശയം തോന്നിയിട്ടുണ്ട്, അത് ഞാൻ നിങ്ങളടുത്ത് പറയട്ടെ. കാര്യം വെച്ചാൽ അയാൾ ചതിച്ചൊരു പെൺകുട്ടിയുണ്ടല്ലോ അനഘ, അവളും ദുബായിലൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ അവളെ സ്വന്തക്കാരൊക്കെ ദുബായി കാണുമല്ലോ. അപ്പോൾ അവരെങ്ങാനും ഇനി അയാളെ പിടിച്ച് വെച്ചിരിക്കുകയാണെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ നയന പറയുന്നുണ്ട്, ചേച്ചി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയല്ലെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ദേവയാനി പറയുന്നുണ്ട്, എന്തായാലും എൻ്റെ മോനല്ലേ, ഇപ്പോൾ അവനെ എന്തായാലും പിടിക്കാനുള്ള ചാൻസും കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ദേവയാനി പറയുന്നുണ്ട്, വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, അതൊക്കെ ഞാൻ ഇവിടെ പറയട്ടെ എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ അഭിയാണെങ്കിലും ജലജയാണെങ്കിലും ഒന്ന് ഷോക്ക് ആവുന്നുണ്ട്. നമ്മൾ നവ്യടുത്താണെങ്കിലും ജലജ ചോദിക്കും, എന്താ മോളെ നീ ഇങ്ങനെ എല്ലാവരും വിഷമിച്ചിരിക്കുന്ന സമയത്താണ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ നവ്യ പറയുന്നുണ്ട്, ഞാൻ അതിന് ഒരു കാര്യം പറഞ്ഞതില്ലേ, കാര്യം വെച്ചാൽ അല്ലെങ്കിൽ ഇതുവരെയ്ക്കും പോയിട്ട് വിളിക്കുകയോ ഒന്നും ചെയ്തത് പോലും ഇല്ലല്ലോ, ഇതുവരെയ്ക്കും വന്നതും ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മളെ ദേവയാനിയാണെങ്കിൽ നമ്മളെ ജലജയെടുത്ത് പറയുന്നുണ്ട്, ജലജ നീ ഒന്ന് വന്നേന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മളെ ദേവയാനിയാണെങ്കിൽ ജലജയും വിളിച്ചിട്ട് നേരെ അടുക്കള സൈഡിലോട്ടാണ് പോകുന്നത് കേട്ടോ. ആ സമയത്താണെങ്കിൽ ജലജയെ പേടിച്ചിട്ടൊക്കെ ആണെങ്കിലും നമ്മളെ ദേവയാനിയുടെ പിറകെ പോകുന്നുണ്ട്. അങ്ങനെ നമ്മളെ നവ്യാണെങ്കിൽ അവിയെടുത്ത് വയ്ക്കുന്നുണ്ട്, നിൻ്റെ അമ്മ എന്തിനാണ് ഇവർ വിളിക്കുമ്പോഴത്തേക്ക് ഇവർ പിറകെ നിൻ്റെ അമ്മ പോകുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണല്ലോ നമ്മളെ നയന പറയുന്നുണ്ട്, അതെ അത് അവൻ്റെ അമ്മയുടെ ഏട്ടത്തിയാണ്, അപ്പോഴത്തേക്ക് അമ്മ വിളിച്ചാൽ പിറകെ പോവുകയും ചെയ്യും, അവർ പറയുന്ന ജോലിയൊക്കെ ചെയ്യേണ്ടി വരുമെന്നൊക്കെ ഇങ്ങനെ നമ്മളെ നയനാണെങ്കിൽ പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നവ്യ പറയുന്നുണ്ട്, ഓ പിന്നെ അവർക്ക് അത് കണക്കുള്ള സ്ഥാനമല്ലേ ഇവിടെ എല്ലാവരും കൊടുക്കുന്നതെന്നൊക്കെ ഇങ്ങനെ നവ്യയും പറയുന്നുണ്ട്. അങ്ങനെ നമ്മളെ നയനയാണെങ്കിൽ ആദർശം വിളിക്കാത്തതിൻ്റെ വിഷമത്തിൽ ഇങ്ങനെ ഫോണൊക്കെ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ, ആദർശിൻ്റെ കോൾ വരുമോയെന്നൊക്കെ. ആ സമയത്താണെങ്കിൽ നവ്യ പറയുന്നുണ്ട്, ഓ നീ ഇങ്ങനെ ഫോണൊക്കെ വെച്ച് നോക്കിയിരിക്കത്തുള്ളൂ, അയാൾ നിന്നെ വിളിക്കാനൊന്നും പോകുന്നില്ല, എന്തായാലും നിനക്ക് അയാളത്തുള്ള സ്നേഹത്തിൻ്റെ ഇതൊന്നും അയാൾക്ക് നിൻ്റെ അടുത്തുള്ള ആ ഒരു ആത്മാർത്ഥത കാര്യങ്ങളൊന്നും അയാൾക്ക് നിൻ്റെ അടുത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ നയന പറയുന്നുണ്ട്, അതിന് പിന്നെ എൻ്റെ ആദർശേട്ടൻ അഭിയല്ലെന്ന് പറയും. അപ്പോഴത്തേക്കാണെങ്കിൽ ഉടനെ നവ്യ പറയും, അതേ അഭിയല്ല, അഭിയേക്കാളും താഴെയാണ് നിൻ്റെ ഭർത്താവ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ നയനയാണെങ്കിൽ വീണ്ടും ഇങ്ങനെ കുത്തി കുത്തി ഇങ്ങനെ വിഷമിപ്പിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ നയനയാണെങ്കിൽ ഇങ്ങനെ അഭിയെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. നോക്കുന്ന സമയത്താണെങ്കിൽ അഭിയാണെങ്കിൽ നവ്യടുത്ത് പറയും, നവ്യ നീ എന്തിനാ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ നിൽക്കുന്നത്, നീ ഇങ്ങോട്ട് വായെന്നും പറഞ്ഞിട്ട് അഭിയാണെങ്കിൽ അങ്ങ് വിളിച്ചുകൊണ്ട് പോകും കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന നവ്യയാണെങ്കിലും ഇങ്ങനെ സങ്കടപ്പെട്ടൊക്കെ നവ്യ ഇരിപ്പുണ്ട്. പിന്നാണെങ്കിൽ നമ്മൾ ദേവയാനിയും ജലജയെ കാണിക്കുന്നത്. ദേവയാനിയാണെങ്കിലും ജലജയെടുത്ത് പറയുന്നുണ്ട്, നിൻ്റെ മോൻ ചെയ്ത തെറ്റുകളൊക്കെ ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞതുകൊണ്ടാണ് നീ ഇപ്പോൾ നിൻ്റെ മരുമോൾക്ക് സപ്പോർട്ട് ചെയ്ത് നിന്ന് സംസാരിക്കാത്തത്, അല്ലെങ്കിൽ നീ അവളോട് തന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടാണെങ്കിൽ നയനെ വേദനിപ്പിച്ചതെന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ ദേവയാനി പറയുന്നുണ്ട്, എന്നാൽ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ നിൻ്റെ മരുമോളത്തും ഈ കാര്യങ്ങളെല്ലാം പറയട്ടെ എന്ന് ചോദിച്ചു കേട്ടോ, അബിയെക്കുറിച്ചിട്ടുള്ള കാര്യം. അപ്പം പിന്നെ ജലജ പറയുന്നുണ്ട്, ഏട്ടത്തി അവൾക്കൊന്നും അറിയാത്തതുകൊണ്ടല്ലേ അവൾ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ പറയുന്നുണ്ട്, അയ്യോ ചേട്ടത്തി പിന്നെ നവ്യടുത്തൊരു കാര്യങ്ങളും പറയരുത്, അവൾ അറിയാതിരിക്കുന്നതാണ് നല്ലതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ ദേവയാനി പറയുന്നുണ്ട്, ആ അങ്ങനെ അറിയാതിരിക്കണമെങ്കിൽ നീയും നിൻ്റെ മോനും ആണെങ്കിൽ അടങ്ങി ഒതുങ്ങിയൊക്കെ നിൽക്കണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാനും ചെയ്യുമെന്നൊക്കെ നമ്മൾ ദേവയാനിയും പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ദേവയാനി ആണെങ്കിൽ ജലജയെടുത്ത് പറയുന്നുണ്ട്, ഇവിടെ അടുക്കളയിലാണെങ്കിൽ ഒരുപാട് ജോലിയും കാര്യങ്ങളും കിടപ്പുണ്ട്, ഇപ്പോൾ ഇവിടെ ജോലിക്കാരും വരുന്നതും ഇല്ലല്ലോ, അപ്പോൾ നീ ഒരു കാര്യം ചെയ്യുക, ആ പാത്രങ്ങളെല്ലാം കിടക്കുന്നതെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് പിന്നെ ഈ വീട് മൊത്തം തൂത്ത് തുടയ്ക്കാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ ജലജയ്ക്കാണെങ്കിലാണെങ്കിൽ അങ്ങ് സങ്കടവും വരുന്നുണ്ട്. പക്ഷേ ദേവയാനി പറയുന്നുണ്ട്, പിന്നെ ഈ വീടെന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ഏറ്റവും വലിയ വീട്, അപ്പോഴത്തേക്ക് ഈ വീട് ഫുള്ള് നീ തൂത്ത് വൃത്തിയാക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തെ പറയുന്നുണ്ട്, ചിലപ്പോൾ നിൻ്റെ മോനെ കൊണ്ട് ഞാൻ ഈ വീട്ടിൽ ചിലപ്പോൾ തെങ്ങും തടമൊക്കെ ഞാൻ എടുപ്പിക്കുമെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ ജലജയ്ക്കാണെങ്കിൽ നല്ല സങ്കടമൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് ഇതൊന്നും സഹിക്കാൻ ഇന്നില്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, നീ നിൻ്റെ മോനെയും കൊണ്ട് ഇവിടുന്ന് പൊയ്ക്കോ, ഞങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നവുമില്ല, അങ്ങനെയെങ്കിലും ഈ വീട്ടിൻ്റെ ഇരുട്ടൊക്കെ ഒന്ന് മാറിക്കിട്ടട്ടെ എന്നൊക്കെ ഇങ്ങനെ ദേവേനി പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിൽ നമ്മൾ ദേവേനി അവിടെ നിന്ന് പോകുന്നുണ്ട്. പോകുന്ന സമയത്താണെങ്കിൽ ജലജയ്ക്കാണെങ്കിൽ ദേഷ്യം എല്ലാം കൂടെ സഹിക്കാൻ വയ്യ. ജലജയാണെങ്കിൽ ദേവേനി പോകുമ്പോഴത്തേക്ക് പൊടിയെന്ന് വിളിക്കുക. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ ദേവേനി തിരിഞ്ഞ് നിന്നിട്ട് ചോദിക്കും, നീ എന്തോടി പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ, ഞാനൊന്നും പറഞ്ഞില്ല ഏട്ടത്തി എന്ന് പറയുന്ന സമയത്ത് നീ പൊടിയെന്ന് വിളിച്ചില്ലേ എന്ന് ചോദിക്കും. അപ്പോഴത്തേക്ക് ജലജ പറയും, അയ്യോ പൊടിയെന്നല്ല ഏട്ടത്തി, ഇവിടെ മൊത്തം പൊടി കിടക്കുന്നതെന്നാണ് പറഞ്ഞതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം ദേവേനി പറയും, ആ പൊടിയാ തൂത്ത് വൃത്തിയാക്കി തുടച്ചെല്ലാം ഇടാൻ നിൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ദേവേനിയാണെങ്കിൽ അവിടെ നിന്ന് പോകും കേട്ടോ. പിന്നെ കാണിക്കുന്ന നമ്മളെ വേണുവിനെ
അതുപോലെ അനാമികയും അബിയാണ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ അബിയാണെങ്കിൽ ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം ചെന്ന് അവരടുത്ത് പറയാൻ വേണ്ടിയൊക്കെ പോയത്. അപ്പം അവർക്കാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. കാര്യം വെച്ചാൽ അനാമികയൊക്കെ അവിടെ നിന്ന് പോയതിന് ശേഷം എന്തായാലും അനന്തപുരിക്കാർക്ക് നല്ല ഓരോ പ്രശ്നങ്ങളും അവരെ തകർച്ചയൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷവും നമ്മളെ വേണുവിനും അനാമികയ്ക്കൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ അനാമിക പറയുന്നുണ്ട് എന്തായാലും പിന്നെ അവളെ ഇത് നയനെ അറിയിക്കണമല്ലോ. എന്തായാലും അവളെ വലിയ കൊച്ചെന്തായാലും ചിലപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിയുമ്പോഴത്തേക്ക് എന്തായാലും പോകാനുള്ള ചാൻസൊക്കെ ഉണ്ട് അഭിയേട്ടാ. അതുകൊണ്ട് എന്തായാലും അവളെ ഇത് അറിയിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണ് നമ്മൾ പിന്നെ വേണു പറയുന്നുണ്ട് പിന്നെ അവളെ നയനെ ഇത് അറിയിപ്പിച്ചേ പറ്റത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ നമ്മളെ വേണു ആണെങ്കിലും പറയുന്നുണ്ട്. അറിയിച്ചാലല്ലേ ഇനി അടുത്തുള്ള ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ പിന്നെ അഭി പറയുന്നുണ്ട് എന്തായാലും ഇനി മൂർത്തീസ് ജ്വല്ലറിയുടെ ഇനി പതനമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. എന്തായാലും എൻ്റെ കണ്ണിൽ തന്നെ ഞാൻ കണ്ടിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ആദ്യ പടിയായിട്ടാണ് മൂർത്തീസ് ജ്വല്ലറിയുടെ എതിരാളിയായ മറ്റേ എം ജ്വല്ലറിക്ക് നമ്മളെ നവ്യയാണെങ്കിൽ പരസ്യത്തിലൊക്കെ അഭിനയിക്കാൻ വേണ്ടി ഞാൻ അവൾക്ക് കൂടുതൽ സപ്പോർട്ട് ഞാൻ കൊടുത്തത്. അതാണെങ്കിൽ ഇപ്പോൾ എം ജ്വല്ലറിയിൽ ഇപ്പം പരസ്യമൊക്കെ ചെയ്തതിന് ശേഷം ഇപ്പോൾ ഒരുപാട് പരസ്യക്കാരൊക്കെ അവളെ ഇങ്ങനെ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും അതിന് എന്ത് ചെയ്യാൻ വേണ്ടിയാണെങ്കിലും അവളും ഇപ്പോൾ തയ്യാറാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് അവൾക്ക് കൂടെ തന്നെ ഞാൻ നിന്ന് അവളെ കൂടെ നിന്ന് ഞാൻ അവൾക്ക് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുമെന്നൊക്കെ ഇങ്ങനെ അഭിയാണെങ്കിൽ പറയുന്നുണ്ട്. ആണെങ്കിൽ ഇനിയും പരസ്യമൊക്കെ ചെയ്തിട്ടാണെങ്കിൽ അനന്തപുരിക്കാരെ ആണെങ്കിൽ നാണം കെടുത്തിട്ടെന്നൊക്കെ ഇങ്ങനെ നമ്മൾ അഭിയാണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ വേണു ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്തൊക്കെ പരസ്യമൊക്കെ ചെയ്യുന്നതിന് എന്താ നാണക്കേട്, അത് നല്ല കാര്യങ്ങളല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണ് നമ്മൾ അനാമിക പറയുന്നുണ്ട് അതിനെന്താ അഭിയേട്ടാ കുഴപ്പം, എന്നെ ഇപ്പോൾ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഞാനാണെങ്കിലും പോയി പരസ്യത്തിൽ അഭിനയിച്ചേനെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എനിക്കും അത് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ വേണു പറയുന്നത് അത് ശരിയാണ്, ഞാനിപ്പോൾ മോള് വിളിച്ചെങ്കിൽ അവളിപ്പോൾ പോയി ഞാൻ അവളെ പരസ്യത്തിലൊക്കെ അഭിനയിക്കാൻ വിട്ടേനെ എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മളെ നവ്യയ്ക്കാണെങ്കിൽ ഇപ്പോൾ നല്ല ഓഫറൊക്കെ വരുന്നതെന്നൊക്കെ പറഞ്ഞ് കേട്ടപ്പോഴേ നമ്മൾ അനാമികയുടെ മുഖമൊക്കെ ഒരു ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിൽ വീണ്ടും അവർ അച്ഛനും മോളോട് അഭിയാണെങ്കിൽ തിളപ്പിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും എത്രയും പെട്ടെന്ന് ഇനി കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് എല്ലാം കാണണ്ടേന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അഭി പറയുന്നുണ്ട് നിങ്ങൾ നോക്കിക്കോ, ഒരു മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ അതിൽ കൂടി ഇനി അനന്തപുരിയിലാണെങ്കിൽ ഒരു മരണ വീടായിട്ട് അവിടെ കിടക്കും, അത് ഞാൻ നിങ്ങളെ വിളിച്ച് പറയുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അതൊരു അവിടെ ആരെങ്കിലും ഒരാൾ മരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും നമ്മൾ അഭിയാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ അഭി പോയതിന് ശേഷമാണെങ്കിൽ അനാമികയും വേണുവും പറയുന്നുണ്ട് എന്തായാലും നമുക്ക് അനുഭവിക്കാനുള്ള യോഗം എന്തായാലും ഇല്ല. അപ്പോൾ പിന്നെ അനന്തപുരിക്കാരും എന്തായാലും അനുഭവിക്കേണ്ട, നമ്മൾ പുകയെന്നൊക്കെ അവരും കുറച്ച് കിടന്ന് പുകയട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിലും പിന്നെ നമ്മൾ അഭിയാണെങ്കിൽ അവിടെ നിന്ന് വന്നിട്ട് അഭിയുടെ ഗൾഫിലെ ഫ്രണ്ടിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും ആദർശ് അവിടെ ജയിലിലാന്ന് അറിഞ്ഞിട്ടും ഇവിടെ അത്ര എഫക്റ്റ് ഒന്നും ആയിട്ടില്ല, കാര്യം വെച്ചാൽ ഇവിടെ കുറച്ച് പേരൊക്കെ ഇനി അറിയാനുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അഭിയുടെ ഫ്രണ്ട് പറയുന്നുണ്ട് അതെന്തായാലും നീ വിഷമിക്കേണ്ട, ഞാനാണെങ്കിൽ ഇപ്പം ഒരു കുറച്ച് നേരത്തിനകത്ത് ഞാനാണെങ്കിൽ ആദർശിൻ്റെ ഭാര്യയെ വിളിച്ചിട്ട് ഞാൻ കാര്യം പറയാം, എന്തായാലും ആ വീടൊരു മരണ വീടായിട്ട് കിടക്കുന്ന എനിക്കും കാണണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവർ ഫോൺ കട്ട് ചെയ്തതിന് ശേഷമാണെങ്കിൽ അബിയുടെ ഫ്രണ്ട് ആണെങ്കിൽ നേരെ നയനയെ വിളിക്കുന്നുണ്ട്. അപ്പോൾ നയനാണെങ്കിൽ ഫോണും വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അപ്പോൾ ആദർശിൻ്റെ കോൾ വരുമെന്നൊക്കെ പറഞ്ഞിട്ട് ഫോണും താഴെ വെക്കാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചുകൊണ്ടൊക്കെ നടക്കുക കേട്ടോ. അപ്പം നമ്മൾ നയനാണെങ്കിൽ ഇങ്ങനെ ഫോണും വെച്ചിട്ട് അവിടെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണെങ്കിൽ ഒരു കോൾ വരുന്നുണ്ട്. അപ്പം നയനെ എടുത്ത് നോക്കുമ്പോൾ ഗൾഫിലെ നമ്പർ. അപ്പം നയനെ പറയുന്നത് ഇത് ഗൾഫ് കോളാണല്ലോ, ഇനി ആദർശേട്ടനാണെന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ നമ്മൾ നയനെ പെട്ടെന്ന് ഭയങ്കര സന്തോഷത്തോടെ ഫോൺ എടുക്കും കേട്ടോ. എടുക്കുമ്പോഴത്തേക്കാണെങ്കിൽ പറയുന്നുണ്ട് എന്തായാലും ഞാൻ ആരാണെന്നൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല, എനിക്ക് നിങ്ങളെ ആദർശിൻ്റെ ഭാര്യയല്ലേ, പിന്നെ ആദർശാണല്ലോ ഇവിടെ ഗൾഫിൽ ജയിലിലാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഇത് കേൾക്കുന്ന നയനാണെങ്കിൽ ആകെ ഷോക്കായിട്ടിരിക്കും കേട്ടോ. അപ്പം നമ്മൾ നയനാണെങ്കിൽ ഹലോ ഹലോ എന്ന് വിളിക്കുമ്പോഴൊന്നും അയാൾ ഫോൺ വെച്ചിട്ടൊക്കെ അയാളങ്ങ് പോയി കേട്ടോ. അങ്ങനെ നമ്മൾ നയനാണെങ്കിൽ ആകെ ടെൻഷനായിട്ട് അവിടെ ഇരിക്കും കേട്ടോ. എന്നിട്ട് ഫോൺ വെച്ചിട്ട് നയന നേരെ മുത്തശ്ശൻ്റെ അടുത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശനും അവിടെ ടെൻഷനായിട്ടൊക്കെ ഇരിക്കുക. അങ്ങനെ മുത്തശ്ശൻ്റെ അടുത്ത് തന്നെ പറയുന്നുണ്ട് മുത്തശ്ശ ഇതെനിക്ക് ഇപ്പോൾ ഗൾഫിൽ നിന്ന് തന്നെ ഒരാൾ വിളിച്ചിട്ടുണ്ട്, ആരാണെന്നൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, ആദർശേട്ടൻ അവിടെ ഗൾഫിൽ പോലീസ് സ്റ്റേഷനിൽ ആണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും മുത്തശ്ശനാണെങ്കിൽ അത് കേട്ടിട്ട് ഇത്ര വലിയ ഷോക്കൊന്നും ആയില്ല, കാര്യം മുത്തശ്ശനൊക്കെ ഇതൊക്കെ അറിഞ്ഞ കാര്യമല്ലേ. അപ്പോഴത്തേക്കും മുത്തശ്ശൻ പറഞ്ഞു അത് ചിലപ്പോൾ മോളെ ഇതാക്കാൻ വേണ്ടി ആരെങ്കിലും വിളിച്ച് പറഞ്ഞായിരിക്കും, മോളെ ടെൻഷനാക്കാനെന്നൊക്കെ പറയുമ്പോൾ അല്ല മുത്തശ്ശ എന്നാൽ പിന്നെ ഇതുവരെയ്ക്കും ആദർശേട്ടൻ എന്നെ വിളിച്ചിട്ടില്ലല്ലോ, അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും സത്യം കാണുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിലും നമ്മളെ നയനെ പറയുന്നുണ്ട് മുത്തശ്ശ അത് കണക്ക് ഗൾഫിലെ നിയമങ്ങളൊക്കെ വേറെ അല്ലേ, ഇനി എന്തെങ്കിലും പ്രശ്നം ആദർശേട്ടനുണ്ടോ എന്തെങ്കിലും അത് അറിയണമല്ല മുത്തശ്ശ, ആരെങ്കിലും വിളിച്ചൊന്ന് മുത്തശ്ശൻ ചോദിക്കാനൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ മുത്തശ്ശനാണെങ്കിൽ പറയുന്നുണ്ട് മോൾ ഇങ്ങനെ ടെൻഷനും കാര്യങ്ങളും ആവല്ലേ, ഈ സമയത്ത് മോൾ ഒരുപാട് ടെൻഷനൊന്നും അടിക്കല്ലേ, മുത്തശ്ശനത് നോക്കാം, മുത്തശ്ശൻ അറിയാത്ത നാടൊന്നും അല്ലല്ലോ ഗൾഫ് എന്നൊക്കെ ആണെങ്കിലും മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിലും നമ്മൾ നയനെ പറയുന്നുണ്ട് അങ്ങനെയല്ല മുത്തശ്ശൻ, ഇപ്പോൾ ഗൾഫിലെ നിയമങ്ങളൊക്കെ വേറെ അല്ലേ, വലിയ കോടീശ്വരന്മാർ വരെ അവിടെ ജയിലിൽ കിടന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിലും മുത്തശ്ശൻ പറയുന്നുണ്ട് മോളെ എനിക്കവിടെ ഒരുപാട് പിടിപാടും കാര്യങ്ങളൊക്കെ ഉണ്ട്, മോള് വിഷമിക്കേണ്ട, എന്താണെങ്കിലും അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, അവനെ എങ്ങനെയെങ്കിലും ഞാൻ ഇറക്കിക്കൊണ്ടൊക്കെ വരുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണ് നയന പറയുന്നത് മുത്തശ്ശി എനിക്ക്
അജയൻ്റെ ആദർശേട്ടൻ്റെ സൗണ്ട് കേൾക്കാതെ എനിക്ക് സമാധാനം ആവത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും നമ്മൾ നയനാണെങ്കിലും കരഞ്ഞുകൊണ്ടാണെങ്കിലും അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. അപ്പം അവിടെ നിന്ന് പോയ നയന നേരെ വന്ന് നമ്മളെ ജയൻ്റെ അജയൻ്റെ അടുത്താട്ടോ. അപ്പോൾ അവരും ഈ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത്. അങ്ങനെ അവരും പറയുന്നുണ്ട് എങ്ങനെയും ആദർശിനെ തിരിച്ച് നാട്ടിലോട്ട് കൊണ്ടുവരണമല്ലോ, അച്ഛനാണെങ്കിൽ പോകണ്ടെന്നും വലിയ പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ ആദർശം അവിടെ ജയിലില്ല, ഇനിയിപ്പോൾ ഒരാളും കൂടെ പോയി ഇനി അവിടെ ജയിലിലാവണ്ടല്ലോ എന്നാണല്ലോ അച്ഛൻ പറയുന്നത്. അച്ഛൻ നോക്കിക്കോളാം എന്നൊക്കെ അല്ലേ പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അവർ. ആ സമയത്താണെങ്കിലും നമ്മളെ നയനയാണെങ്കിൽ അങ്ങോട്ട് വന്നിട്ടാണെങ്കിലും സങ്കടത്തോടാണെങ്കിൽ അവരടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരുന്നല്ലേ, എന്നിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് നിന്ന് മറച്ചു വെച്ചാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ അജയൻ ചോദിക്കുന്നുണ്ട്, മോളടുത്ത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അജയൻ പറയുന്നുണ്ട്, മോളെ അത് സത്യാവസ്ഥയാണെന്നൊന്നും അറിയാൻ വയ്യ, മോളെയും കൂടെ ഇനി അറിയിച്ച് വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ ഞങ്ങൾ പറയാഞ്ഞെന്നൊക്കെ ഇങ്ങനെ അജയൻ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിലും നമ്മളെ ദേവയാനി ആണെങ്കിലും അങ്ങോട്ട് വരുന്നുണ്ട്, എന്താ പ്രശ്നമെന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനി വരുന്നിട്ടാണെങ്കിലും ദേവയാനിയും പറയുന്നത് അതെങ്ങനെ ശരിയാവാതിരിക്കും, ഇവന് ഇവിടെ ഇതുവരെയ്ക്കും മോളെ പോലും വിളിച്ചിട്ടില്ല, എങ്ങനെ എവിടെ പോയാലും കുടുംബവും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഇപ്പോൾ ഇരിക്കുന്നവനൊന്നും അല്ലല്ലോ ആദർശ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആദർശിൻ്റെ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആ സമയത്താണെങ്കിൽ നമ്മൾ നയനയ്ക്കാണെങ്കിൽ തലകറക്കം വന്ന് അവിടെ വീഴുന്നുണ്ട്. അങ്ങനെ നയനയാണെങ്കിൽ അവിടെ പിടിച്ചൊക്കെ ഇരുത്തുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് നമ്മൾ ജലജ ഓടി വരുന്നുണ്ട്, എന്താ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് ഓടി വരുന്നുണ്ട്. അപ്പോഴത്തേക്കാണെങ്കിലും നമ്മൾ ദേവേനി പറയുന്നത് ഇച്ചിരി വെള്ളം എടുത്തുകൊണ്ട് വടിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ ജലജാണെങ്കിലും ഓടിപ്പോയി വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ വെള്ളമൊക്കെ തിളപ്പിച്ച് നമ്മൾ നയനയ്ക്കാണെങ്കിൽ ബോധമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ആ സമയത്തും നയന ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കും, അമ്മ ഇനി നമ്മൾ എന്തോ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കും കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ ജലജ ചോദിക്കുന്നത് എന്താ കാര്യമെന്ന് ചോദിക്കുന്ന സമയത്താണെങ്കിൽ ദേവയാനി പറയുന്നു, ആ നിനക്ക് സന്തോഷിക്കാൻ പറ്റുന്ന കാര്യമാണ്, എൻ്റെ മോനാണെങ്കിൽ അങ്ങ് ഗൾഫിൽ ജയിലില്ലാന്ന് പറയും കേട്ടോ, അപ്പോൾ നിനക്ക് സമാധാനമായില്ലേ, നീ സന്തോഷിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കാണെങ്കിൽ ജലജ പറയുന്നത് എന്ത് കേട്ടത്തി ഇതൊക്കെ സന്തോഷിക്കാൻ പറ്റിയ കാര്യങ്ങളാണോ എന്നൊക്കെ ഇങ്ങനെ ജലജ ആണെങ്കിൽ പറയുന്നുണ്ട്. പക്ഷേ ജലജയുടെ മനസ്സിലൊക്കെ നല്ല സന്തോഷമാണ്, പക്ഷേ ജലജ അത് പുറത്ത് കാണിക്കുന്നില്ല. അതാണ് ജലജ ചോദിക്കുന്നുണ്ട്, എന്ത് കേട്ടത്തി ഇതൊക്കെയാണ് സന്തോഷിക്കാൻ പറ്റിയ കാര്യം എന്നൊക്കെ ഇങ്ങനെ അഭിനയിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് നമ്മളെ ദേവേനി പറയുന്നുണ്ട്, എൻ്റെ മോന് ജയിലിലായതിൻ്റെ പേരിൽ നീ എങ്ങാണ് നിൻ്റെ മുഖത്തൊരു സന്തോഷം ഞാനിവിടെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കരയാൻ പോകുന്നത് നീയാണെന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ ജലജ പറയുന്നുണ്ട്, ഇതെന്ത് കഷ്ടമായിട്ടെത്തി, ഞാൻ എന്ത് ചെയ്തിട്ട് എന്നെ എപ്പോഴും വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാൻ എന്ത് ചെയ്തിട്ട് ആദർശം അവിടെ ജയിലിലായെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളെ ജലജ അങ്ങ് പോവുകയും ചെയ്യുന്നുണ്ട്. നമ്മളെ ദേവേനെ ആണെങ്കിൽ നയനെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളെ ജലജ പോയി നേരെ അടുക്കളയിൽ പോയിട്ടാണെങ്കിൽ ഫോൺ എടുത്ത് അബിയെ വിളിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കാണെങ്കിൽ പറയുന്നുണ്ട്, മോനെ ഇവിടെ ഭയങ്കര മരണ വീട് കണക്കെ ഇവിടെ നടക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ അബി പറയുന്നുണ്ട്, അമ്മേ അത് ഞാനാണ് ഇപ്പം ഗൾഫിലുള്ള എൻ്റെ ഫ്രണ്ടിനെ കൊണ്ട് ഞാൻ അവിടെ വിളിപ്പിച്ച് പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ അബിയും പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അബി പറയുന്നുണ്ട്, എന്തായാലും അമ്മ ഫോൺ വെക്ക്, ഞാൻ എന്തായാലും നേരെ വീട്ടിലോട്ട് വരാം, വന്നിട്ടാണെങ്കിൽ നമുക്ക് ബാക്കി അവിടുത്തെ കാര്യങ്ങൾ നമുക്ക് നേരിട്ട് കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് അബിയും ജലജയും ഫോൺ വെക്കുന്നുണ്ട്. അങ്ങനെ ജലജയാണെങ്കിൽ സന്തോഷിച്ച് നിൽക്കുന്ന ജലജയും കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.